വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. എല്ലാ പ്രേക്ഷകർക്കും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദൈവം മനുഷ്യനായി പിറന്നു, മനുഷ്യപുത്രനെന്ന് വിളിക്കപ്പെട്ടു. എന്നാൽ രക്തം ചിന്താതെ പാപമോചനമില്ലെന്ന എല്ലാ മതങ്ങളുടെയും വിശ്വാസം പൂർണ്ണ അർത്ഥത്തിൽ കാണിക്കുന്ന നിമിഷമാണ് ദൈവവും മനുഷ്യനും പാപരഹിതനുമായ യേശുക്രിസ്തു തന്നെ ബലി നൽകി. എന്നാൽ ഉദ്ധിതനായി നമുക്കെല്ലാവർക്കും ഉദ്ധാനത്തിൻ്റെ മാർഗം തന്നു. ഫാദർ ജോസ് മാണിപ്പറമ്പിലാണ് ഇന്നീ വചന ശുശ്രൂഷ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒന്നും കൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിശുദ്ധവാര വചന സന്ദേശത്തിലേക്ക് സ്വാഗതം. എന്തിനാണ് ദൈവം മനുഷ്യനായത്? ദൈവം മനുഷ്യനായ വ്യക്തി എന്തിനാണ് കുരിശിലേറി മരിച്ചത്? അതിൻ്റെ യുക്തി എന്ത്? ഇതൊന്നുമില്ലാതെ ഒരു വചനം കൊണ്ട് ദൈവത്തിന് ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തോട് ബന്ധപ്പെടുത്തിയാണ് ദുഃഖവെള്ളിയുടെയും തിരുവുത്ഥാനത്തിൻ്റെയും അടിത്തറയിരിക്കുന്നത്. നമുക്കൊരു സാഹചര്യം, മനുഷ്യൻ്റെ സാഹചര്യം പരിശോധിക്കാം. കായേൻ ആബേലിനെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് കായേന് സുബോധം വന്നത്. തെറ്റ് ചെയ്തല്ലോ. അവൻ ദൈവത്തോട് അപേക്ഷിച്ചു, എന്നോട് പൊറുക്കണം, എനിക്ക് തെറ്റിപ്പോയി. ദൈവം തീരാകാരുണ്യമാണ്. കായേനോട് പൊറുക്കണം. അവൻ അപ്പനല്ലേ, ക്ഷമിക്കണം. പക്ഷേ അപ്പോഴൊരു പ്രശ്നം വേറെയുണ്ട്. ആബേലിൻ്റെ രക്തം നീതിക്കായി ദൈവത്തോട് നിലവിളിക്കുന്നു. എന്താണ് ആബേലിന് ലഭിക്കേണ്ട നീതി? കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. കുറ്റവാളി കായേനാണ്. കായേനെ ശിക്ഷിക്കണം എന്നാണ് ആബേലിൻ്റെ രക്തം ദൈവത്തോട് നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നത്. ഇരയ്ക്ക് നീതി കിട്ടണ്ടേ? ആ പ്രാർത്ഥനയും ദൈവം കേൾക്കണ്ടേ? ഒരു പക്ഷേ കായേൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കണം. കാരണം ആബേൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവത്തിന് പ്രീതിപ്പെടുന്ന തരത്തിൽ ജീവിച്ചവനാണ്. ആബേലിനോട് അനീതി ചെയ്യാതെ കായേനോട് ക്ഷമിക്കാൻ ദൈവത്തിന് എങ്ങനെ കഴിയും? നീതിയെക്കുറിച്ച് ഒരു വാക്ക് കൂടി. ഇരയ്ക്ക് കിട്ടേണ്ട നീതി കുറ്റവാളി ശിക്ഷിക്കുകയാണ്. കുറ്റത്തിൻ്റെ തോതെന്താണ്? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, ജീവന് പകരം ജീവൻ. കൊലപാതകം ചെയ്താൽ വധശിക്ഷയാണ്. കുറ്റത്തിന് ആനുപാതികമായ ശിക്ഷ. ഇവിടെ ആബേൽ കൊല്ലപ്പെട്ടു. അവൻ നീതിക്ക് വേണ്ടി കരയുന്നു. എന്താണ് നീതി? കൊലപാതകയ്ക്ക് വധശിക്ഷയാണ്. കായേൻ കൊല്ലപ്പെടണം, കായേന് വധശിക്ഷ കൊടുക്കണമെന്നാണ് ആബേൽ പറയുന്നത്. കായേൻ പറയുന്നതോ, എന്നെ ശിക്ഷിക്കരുത്, എന്നെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണം. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ആബേലിനോട് അനീതി ചെയ്യാതെ കായേനോട് എങ്ങനെ ക്ഷമിക്കാം? ഈ കായേൻ ആരാണ് എന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജോൺ 23 മാർപ്പാപ്പ പറയുന്നു, എല്ലാ മനുഷ്യരും കായേൻ്റെ അടയാളം പേറുന്നവരാണ്. കായേന് നെറ്റിത്തരത്തിലൊരു അടയാളമുണ്ടായിരുന്നു. എന്താണ് ആ അടയാളത്തിൻ്റെ അർത്ഥം? കായേൻ കൊലപാതകിയാണ്, അതാണ് ഒന്നാമത്തെ അർത്ഥം. എന്നാൽ കായേൻ കരുണയ്ക്ക് വേണ്ടി കൊതിക്കുന്നു. നമ്മളെല്ലാവരും ഈ അടയാളം പേറുന്നവരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പാപികളാണ്. നമ്മൾ നമ്മുടെ സഹോദരന്മാരെയോ സഹോദരിമാരെയോ നശിപ്പിച്ചിട്ടുണ്ട്, കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഫിസിക്കലായിട്ട് ചിലപ്പോൾ ആരും കൊന്നിട്ടില്ലായിരിക്കാം, എങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കൊലപാതകികളാണ്. എന്നാൽ നാം എല്ലാവരും ദൈവത്തിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, യാചിക്കുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മുടെ അക്രമത്തിൻ്റെ ഇരകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മെ ശിക്ഷിക്കണമെന്നാണ്. അവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതോ ശിക്ഷിക്കരുത്, ശിക്ഷ മാറ്റിവെക്കണമെന്നാണ്, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ്.
നമ്മുടെ അക്രമത്തിൻ്റെ ഇരകളോട് അനീതി ചെയ്യാതെ നമ്മോട് ക്ഷമിക്കാൻ ദൈവത്തിന് എങ്ങനെ കഴിയും? ഈ പ്രശ്നം എല്ലാ മതങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ കൈകാര്യം ചെയ്തതിന് പൊതുവായിട്ട് ഒറ്റ ഭാഷയിൽ ഹെബ്രായ ലേഖനം 9:22 എഴുതിയിരിക്കുന്നു, രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. രക്തമെന്ന് പറഞ്ഞാൽ ജീവൻ. ഒരു ജീവൻ പകരം കൊടുക്കാതെ പാപമോചനമില്ല. കായേനെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ, അത് ആബേലിനോട് അനീതി ചെയ്യാതെ വേണമെങ്കിൽ കായേൻ്റെ ജീവന് പകരം ഒരു ജീവൻ കൊടുക്കണം. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. യേശു അത് മർക്കോസ് 8:37 പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവന് പകരമായി എന്തു കൊടുക്കും? ഈ ലോകം മുഴുവൻ കൊടുത്താലും അതാകില്ല. ജീവന് പകരം ജീവൻ. ഈ തത്വം, അതായത് നമ്മുടെ പാപം വളരെ ഗൗരവമായ ശിക്ഷ ക്ഷണിച്ചു വരുത്തുന്നു എന്ന തത്വം എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നു. അതിനാൽ പാപത്തിന് പരിഹാരമായി രക്തച്ചൊരിച്ചിൽ വേണമെന്ന് അംഗീകരിക്കുന്നു. പകരം ഒരു ജീവൻ കൊടുത്താലേ നമ്മുടെ ജീവനെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്താൻ ദൈവത്തിന് കഴിയൂ. അല്ലെങ്കിൽ അത് ഇരകളോട് ചെയ്യുന്ന അനീതിയാകും. ഗോത്രമതങ്ങളൊക്കെ എന്തു ചെയ്തു? പകരമായി കൊടുക്കുന്ന ജീവൻ ഒരു കോഴിയെ കുരുതി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു പക്ഷിയെ കുരുതി കൊടുക്കുക, ഒരു ആടിനെ കുരുതി കൊടുക്കുക. മിക്ക മതങ്ങളിലും ഇത്തരം മൃഗബലികളുണ്ട്. ഹിന്ദു മതത്തിലുണ്ട്, ഇസ്ലാമിലുണ്ട്, യഹൂദ മതത്തിലുണ്ട്, എല്ലാ മതങ്ങളിലുണ്ട്, ഗോത്രമതങ്ങളിലുണ്ട്. അപ്പോൾ രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല എന്ന കാര്യം എല്ലാ മതക്കാരും സമ്മതിക്കുന്നു. കൊടുക്കുന്നതോ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ജീവനാണെന്ന് മാത്രം. പക്ഷെ അത് ശരിയാകുമോ? മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി മൃഗബലികൾ സമർപ്പിച്ചാൽ മതിയോ? പോരാ. എന്തുകൊണ്ട് പോരാ? ഒരു മൃഗവും മനുഷ്യാന്തസ്സിന് തുല്യതയുള്ളതല്ല. മനുഷ്യന്, ദൈവത്തിൻ്റെ ശ്വാസമുള്ള ആത്മാവുള്ള ലോകോസുള്ള മനുഷ്യന് തുല്യതയുള്ള ഒരു ജീവിയും വേറെയില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം, മനുഷ്യൻ ചെയ്ത പാപത്തിന് മൃഗത്തെ ബലി കൊടുത്തിട്ട് എന്താ കാര്യം? പാപം ചെയ്ത വ്യക്തി തന്നെ പരിഹാരം ചെയ്യണ്ടേ? വൺ ഹു ഹാസ് കമ്മിറ്റഡ് സിൻ ഷുഡ് മേക്ക് ദ പെനൻസ് ഫോർ ദ സിൻ. തെറ്റ് ചെയ്ത ആൾ തന്നെ ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ രക്തച്ചൊരിച്ചിൽ വേണം, പകരം ഒരു ജീവൻ കൊടുക്കണം. അത് മൃഗജീവനോ കോഴിക്കുരുതിയോ പോരാ, മനുഷ്യൻ്റെ രക്തം തന്നെ വേണം. കാരണം മനുഷ്യനാണ് പാപം ചെയ്തത്. അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നതും മനുഷ്യനായിരിക്കണം. അപ്പോൾ രക്തച്ചൊരിച്ചിൽ വേണം. അത് മൃഗരക്തം പറ്റില്ല. മറ്റു മതങ്ങൾ വിചാരിക്കുന്നത് പോലെ മനുഷ്യരക്തമായിരിക്കണം. മനുഷ്യരക്തത്തിനും പ്രായശ്ചിത്തം ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. റോമാലേഖനം 3:23. നമുക്കാർക്കും തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുമ്പിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പാപികളാണ്. പാപമുള്ള ഒരു വ്യക്തിക്കും പാപത്തിന് പരിഹാരം ചെയ്യാൻ സാധ്യമല്ല. ഒരു പാപി മറ്റൊരാളുടെ പാപത്തിന് എങ്ങനെ പരിഹാരം ചെയ്യും? മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എല്ലാ പാപവും സത്യത്തിനും നീതിക്കും എതിരാണ്. അതിനാൽ തന്നെ ദൈവത്തിനെതിരാണ്. ദൈവത്തിനെതിരായൊരു പാപം മനുഷ്യൻ്റെ രക്തം കൊടുത്ത് എങ്ങനെ പരിഹാരം ചെയ്യാൻ കഴിയും? പാപം മോചിക്കാൻ ആർക്കാണ് അധികാരം? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ അധികാരം? ഫരിസേയർ ചോദിച്ചത് വളരെ സത്യമാണ്. പാപം മോചിക്കാൻ ദൈവത്തിനേ അധികാരമുള്ളൂ. കാരണം പാപം സത്യത്തിനും നീതിക്കും എതിരാണ്. അതിനാൽ തന്നെ ദൈവത്തിനെതിരാണ്. ദൈവത്തിനെതിരായ പാപം ദൈവത്തിനെ ക്ഷമിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചില നിഗമനങ്ങളിലേക്ക് എത്തുകയാണ്. ഇരകളോട് അനീതി ചെയ്യാതെ കുറ്റവാളിയോട് ക്ഷമിക്കണമെങ്കിൽ കുറ്റവാളിയുടെ ശിക്ഷ ഏറ്റെടുക്കുന്ന ഒരു ജീവൻ പകരം കൊടുക്കേണ്ടതുണ്ട്. അത് ദൈവം ഡിമാൻഡ് ചെയ്യല്ല. അല്ലെങ്കിൽ ദൈവം ഇരകളോട് അനീതി ചെയ്യുന്നതായിട്ട് വരും. ദൈവത്തിന് അങ്ങനെ അനീതി ചെയ്യാൻ കഴിയുമോ? അതിനാൽ രക്തച്ചൊരിച്ചിൽ വേണം. അത് മൃഗരക്തം പോരാ, മനുഷ്യരക്തം തന്നെ വേണം. കാരണം മനുഷ്യരാണ് പാപം ചെയ്തിട്ടുള്ളൂ. എന്നാൽ മനുഷ്യർ അയോഗ്യരും പാപികളുമായതിനാൽ മനുഷ്യൻ്റെ രക്തത്തിന് പരിഹാരം ചെയ്യാനുള്ള പ്രാപ്തിയില്ല. ദൈവത്തിന് മാത്രമേ ക്ഷമിക്കാൻ കഴിയൂ. അതിനാൽ പകരം എടുക്കുന്നത് ദൈവത്തിൻ്റെ ജീവനായിരിക്കണം. ഇപ്പോൾ നമുക്കൊരു നിഗമനം എന്താണ്? ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാളുടെ, ഒരേ സമയം ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാളുടെ ജീവൻ പകരം കൊടുത്താലേ മനുഷ്യവംശത്തെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയൂ, ഇരകളോട് അനീതി ചെയ്യാതെ.
അങ്ങനെ ഒരു വ്യക്തി ചരിത്രത്തിലുണ്ടോ? ഉണ്ട്. ഒരേ ഒരാൾ മാത്രം. ഒരേ സമയം ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് യേശുവാണ്. അവൻ്റെ ജീവൻ പകരം കൊടുത്ത് അവൻ നമ്മൾക്ക് അർഹമായ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തി. നമുക്കപ്പോൾ ചോദിക്കാം, ദൈവം ഇങ്ങനെ ഡിമാൻഡ് ചെയ്തത് ഒരു ക്രൂരതയല്ലേ എന്ന്? ഇത്രയും വലിയ ഒരു പരിഹാരം നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടത് ക്രൂരതയല്ലേ എന്ന്? ഭാഗികമായ ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒന്നില്ലായിരുന്നെങ്കിൽ ദൈവം ഇരകളോട് അനീതി ചെയ്യുന്നു എന്ന് വരും. മാത്രമല്ല, പാപത്തെ ദൈവത്തിന് അങ്ങ് അവഗണിക്കാൻ കഴിയുമോ? പാപത്തെ കൈകാര്യം ചെയ്യണം. എന്നിട്ടും ദൈവം ക്രൂരനായോ? ഇല്ല. കാരണം ഈ പാപത്തിൻ്റെ ശിക്ഷയുടെ അവസാന മട്ടുവരെ കുടിച്ചത് ആരാ? അവൻ തന്നെയാണ് കുടിച്ചത്, നമ്മളല്ലല്ലോ. അതായത് മക്കളുടെ പാപത്തിന് അപ്പൻ തന്നെ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങി. മക്കളെ നീതിവൽക്കരിക്കാൻ അപ്പൻ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങി. ചുരുക്കത്തിൽ നമുക്ക് അർഹമായിരുന്ന ശിക്ഷ, ആ ശിക്ഷയുടെ അവസാന മട്ടുവരെ ദൈവം തന്നെ കുടിച്ചു തീർത്തു. ഇതാണ് വാസ്തവത്തിൽ യേശുവിൽ സംഭവിച്ചത്. അതിനാൽ പൗലോസ്ലീഹ യേശുവിനെ അവതരിപ്പിക്കുന്നത് കൃപാസനമെന്നാണ്. വിശ്വാസം വഴി സംലബ്ധമാകുന്ന പാപപരിഹാരമായി ദൈവം യേശുവിനെ നിശ്ചയിച്ചു തന്നു. റോമാലേഖനം 3:25 വാക്യം. ക്രൈസ്തവ സഭയുടെ അടിത്തറ എന്ന് പറയുന്നൊരു വചനമാണിത്. വിശ്വാസം വഴി സംലബ്ധമാകുന്ന പാപപരിഹാരമായി. പാപപരിഹാരം എന്നതിന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഗ്രീക്ക് വാക്ക് ഹിലാസ്തേരിയോൺ എന്നാണ്. എന്താണ് ഹിലാസ്തേരിയോൺ? സമാഗമ കൂടാരത്തിലും പിന്നീട് ദേവാലയത്തിലും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഹിലാസ്തേരിയോൺ, കൃപയുടെ ആസനം, മേഴ്സി സീറ്റ്. ജെറുസലം ദേവാലയത്തിന് 2 വിരികളുണ്ടായിരുന്നു. ഒന്നാമത്തെ വിരിക്ക് ഉള്ളിലത്തെ സ്ഥലം വിശുദ്ധ സ്ഥലം എന്നറിയപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നത് തിരുസാന്നിധ്യത്തിൻ്റെ മേശ, തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം, പിന്നെ മെനോറ എന്ന് വിളിക്കപ്പെടുന്ന ദാവീദിൻ്റെ വിളക്ക്, 7 വിളക്ക്, 7 തിരികൾ വയ്ക്കാവുന്ന വിളക്ക്. പിന്നെ രണ്ടാമത്തെ വിരിക്ക് ഉള്ളിലെ സ്ഥലത്തെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയും. അവിടെ ഒരു ധൂപപീഠം, സ്വർണം കൊണ്ടുള്ളത്. പിന്നെ പൊന്നു പൊതിഞ്ഞ ഒരു പേടകം, വാഗ്ദാന പേടകം. അതിന് 3 കള്ളികൾ. ഒരു കള്ളിയിൽ മന്ന വെച്ചിരിക്കുന്ന ഒരു സ്വർണ്ണ കലശം, മധ്യത്തിൽ അഹറോന്റെ തളിർത്ത വടി, പിന്നെ 10 കൽപ്പനകൾ എഴുതിയ 2 ഫലകങ്ങൾ. അതിന് മുകളിലൊരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്തിനെയാണ് മേഴ്സി സീറ്റ്, ഹിലാസ്തേരിയോൺ എന്ന് പറയണേ. ദൈവം ഇരിക്കുന്ന സ്ഥലത്തെയാണ് അങ്ങനെ പറയുന്നത്. ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കാൻ കഴിയില്ല, പക്ഷെ ദൈവം അവിടെ ഇരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തും വേണം. അതിനവരെന്ത് ചെയ്തു? 2 കെരൂബുകൾ ഇങ്ങനെ ചിറകുകൾ കൊണ്ട് ആ സ്ഥലം മറച്ചു. എന്നിട്ട് നടുക്ക് ചെറിയൊരു പ്രകാശം ഇങ്ങനെ വീഴും. അവിടെയാണ് ദൈവം ഇരിക്കുന്നത്. ആ സ്ഥലമാണ് ഈ ഹിലാസ്തേരിയോൺ എന്ന് പറയുന്നത്. ലേവായരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഈ ഹിലാസ്തേരിയോണിൽ സംഭവിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പാവപരിഹാര ദിനത്തിൽ ദേവാലയത്തിൻ്റെ ഘടനയെക്കുറിച്ച് ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 1 മുതൽ 5 വരെയും കാണാം. ഞാൻ ഈ പറഞ്ഞ ഘടനയൊക്കെ അവിടെ കിടപ്പുണ്ട്. പാവപരിഹാര ദിനത്തിൽ അഹറോൻ എന്ത് ചെയ്യണം? അഹറോൻ ഒരു കാളയെ കൊണ്ടുവന്ന് പുരോഹിതനും പുരോഹിത കുടുംബത്തിനും വേണ്ടി പരിഹാരം ചെയ്യണം, അവരുടെ പാപങ്ങൾക്ക് പരിഹാരം. അത് കഴിഞ്ഞ് 2 ആട്ടിൻകുട്ടികൾ കൊണ്ടുവരും. കുറിയിട്ട് തീരുമാനിക്കണം, ഒരു ആട് ദൈവത്തിന്, മറ്റൊരാട് അസാസേലിന്. അസാസേൽ എന്ന് പറഞ്ഞാൽ സാത്താന് മറ്റൊരു പേര്. കുറിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ആടിൻ്റെ തലയിൽ കൈവച്ച് അവർ പ്രാർത്ഥിക്കണം, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പാവഭാരം മുഴുവൻ ഈ കുഞ്ഞാട് ആവാഹിച്ചെടുക്കട്ടെ. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കഴിയുമ്പോൾ അവരുടെ വിചാരം ഈ കുഞ്ഞാട് എല്ലാ പാപങ്ങളും ഏറ്റെടുത്തു എന്നാണ്. എന്നിട്ട് അസാസേലിന് ആടിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടും. മരുഭൂമിയിലാണ് സാത്താൻ. പാപം വന്ന് സാത്താനിലേക്കാണ്. പാപം വഹിക്കുന്ന കുഞ്ഞാടിനെ മരുഭൂമിയിലേക്ക് നയിച്ച് അസാസേലിന് കൊടുക്കും. ആ ആടിനെയാണ് ബലിയാട് എന്ന് പറയണേ, സ്കേപ്പ് ഗോട്ട്. ദൈവത്തിനുള്ള ആടിനെ അഹറോൻ കൊല്ലണം, എന്നിട്ട് അതിൻ്റെ രക്തമെടുക്കണം. അതൊരല്പം വെള്ളത്തിൽ കലർത്തി ഈ അതിവിശുദ്ധ സ്ഥലത്ത് ഹിലാസ്തേരിയോൺ എന്ന് പറയുന്ന ദൈവം ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്ന കൃപാസനത്തിൻ്റെ അവിടേക്ക് ഈ അഹറോൻ ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഈ രക്തത്തിൽ തള്ളവിരൽ മുക്കി 7 തുള്ളി ഈ കൃപാസനത്തിന്മേൽ ഒഴിക്കും. എന്താണ് രക്തം? അവർ വിചാരിക്കുന്നത് അവരുടെ പാപം ആണ് ഈ രക്തമെന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യൻ്റെ പാപമാണ് ഈ രക്തം. ആ രക്തം ദൈവത്തിന്മേൽ വീഴുകയാണ്. ദൈവത്തിന് അശുദ്ധനാകാൻ കഴിയില്ല. നമ്മുടെ പാപം അവൻ്റെ മേൽ വീഴുമ്പോഴും അവൻ അശുദ്ധനാകാൻ കഴിയില്ല. അവൻ കത്തുന്ന മുൾപ്പടർപ്പാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേൽ വീഴുമ്പോൾ പാപം കത്തിപ്പോകും.
അന്ന് മാത്രം മഹാപുരോഹിതന് ദൈവത്തിൻ്റെ നാമം വിളിക്കാം, യഹോവേ. അന്ന് മാത്രം. രണ്ടാം പ്രമാണത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണത്. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, പാപമുള്ളപ്പോൾ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കരുതെന്നാണ് അവരുടെ വിശ്വാസം. നമുക്ക് വീണ്ടും ചോദ്യം ചോദിക്കാം, ഈ ആട്ടിൻകുട്ടിക്ക് പാപം ഏറ്റെടുക്കാൻ കഴിയില്ലല്ലോ? ഇല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് യേശുവാണ് ഹിലാസ്തേരിയോൻ. ആരാണ് യേശു? ദൈവം അവനിൽ വസിക്കുന്നു. കൃപയുടെ ആസനമാണ് യേശു. ദൈവം അവനിൽ വസിക്കുന്നു. ദൈവം മനുഷ്യനായ ആളായതിനാൽ എല്ലാ മനുഷ്യരും അവനിൽ വസിക്കുന്നു. ദൈവം മനുഷ്യനായ ആളായതിനാൽ എല്ലാ മനുഷ്യരും അവനിൽ വസിക്കുന്നു. നാം ദൈവത്തെ തൊടുന്നു. നമ്മുടെ രക്തം ദൈവത്തെ തൊടുന്നു. അവനെ തൊടുമ്പോൾ നമ്മുടെ പാപം കത്തിപ്പോകുന്നു. അവൻ കത്തുന്ന മുൾപ്പടർപ്പാണ്. മോശ അന്ന് കണ്ട കത്തുന്ന മുൾപ്പടർപ്പാണ് യേശു. നാം യേശുവിനെ സ്പർശിക്കുമ്പോൾ നമ്മുടെ പാപം ദൈവത്തെ സ്പർശിക്കുകയും നമ്മുടെ പാപങ്ങൾ കത്തിപ്പോവുകയും ചെയ്യുന്നു. ഇതാണ് യോഹന്നാൻ പറഞ്ഞത് 1:29, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സാധാരണ ഒരാടല്ല, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവമായ കുഞ്ഞാട്. അന്ന് ആട്ടിൻകുട്ടിയോ കാളക്കിടാങ്ങളോ കോഴിയൊക്കെ ചെയ്തിരുന്ന കാര്യം ഇപ്പം ചെയ്യുന്നത് ദൈവം തന്നെയായ മനുഷ്യനായ ദൈവമായ യേശുവാണ്. വീണ്ടും ഒരു ചോദ്യം, അപ്പോൾ യേശുവിനെ എങ്ങനെ നമുക്ക് സ്പർശിക്കാൻ കഴിയും? ഇന്ന് അവനെ സ്പർശിക്കുന്നത് കൂദാശകളിലൂടെയാണ്. നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തെ സ്പർശിക്കുകയാണ്. ഏശയ്യ ദർശനത്തിൽ കണ്ടു, സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവം സിംഹാസനത്തിലിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധയുടെ മുമ്പിൽ ഏശയ്യ വിറങ്ങലിച്ചു പോയി, പേടിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദുരിതം, ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്, ഞാൻ ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്നു, എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ ഞാൻ വസിക്കുന്നു. ബലവാനും കർത്താവുമായ രാജാവിനെ ഞാൻ കാണുകയാണ്, ഞാൻ അശുദ്ധനാണ്. അപ്പോൾ മാലാഖ കൊടിൽ കൊണ്ട് ഒരു തീക്കട്ടയെടുത്ത് അവൻ്റെ ചുണ്ടുകളിൽ സ്പർശിച്ചു. അന്നത് ദർശനമായിരുന്നു, ഇപ്പത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഏശയ്യായുടെ ദർശനം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഈ തീക്കട്ട ദൈവവും മനുഷ്യനുമായ പാപമില്ലാത്തവനുമായ അവനെ എൻ്റെ അധരങ്ങൾ സ്പർശിക്കുകയാണ് കുർബാനയിൽ. അപ്പോൾ എൻ്റെ പാപങ്ങൾ കത്തിപ്പോവുകയാണ്. പാപമോചനത്തിന് വേണ്ടിയാണ് ദിവ്യബലി. യേശു ആണ് കൃപാസനം, ഹിലാസ്തേരിയോൻ. ഞാൻ ആവർത്തിക്കുന്നു, അവൻ്റെ മേൽ ദൈവം എഴുന്നള്ളിയിരിക്കുന്നു, അവൻ്റെ മേൽ മനുഷ്യർ എഴുന്നള്ളിയിരിക്കുന്നു. ദൈവവും മനുഷ്യരും അവൻ്റെ മേൽ സംസർഗത്തിലാകുന്നു. നാം ദൈവത്തെ തൊടുന്നു, നമ്മുടെ പാപങ്ങൾ കത്തിപ്പോകുന്നു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതുകൊണ്ടാണ് യേശുവിനെ ഏകരക്ഷകനെന്ന് നമ്മൾ പറയുന്നതിൻ്റെയും അർത്ഥം. അവനല്ലാതെ, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ അവനല്ലാതെ മറ്റാർക്കും നമ്മുടെ പാപം കത്തിച്ച് കളയാൻ കഴിയുമായിരുന്നില്ല. ഇങ്ങനെ നമ്മുടെ പാപങ്ങളിൽ നിന്നും വിടുതൽ നൽകിയ യേശു മറ്റൊരു കാര്യം കൂടി ചെയ്യുകയാണ്. എന്താണ്? നമ്മളെല്ലാവരും കൊതിക്കുന്നതാണ് മരണത്തിന് അതീതമായ ജീവൻ. എന്താണ് സ്നേഹം? സ്നേഹമെന്ന് പറഞ്ഞാൽ അമരത്വത്തിന് വേണ്ടിയുള്ള കൊതിയാണ്. അനശ്വരതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ദാഹമാണ് സ്നേഹം. അതായത് മരിക്കാൻ ഇഷ്ടമില്ലാത്ത വ്യക്തികൾ ആ സ്നേഹം നിത്യമായി നിലനിൽക്കാൻ വേണ്ടി ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ഈ അമരത്വം പ്രാപിക്കാൻ വേണ്ടി ലോകം കണ്ടുപിടിച്ച 2 മാർഗങ്ങളുടെ അപര്യാപ്തത ആദ്യം സൂചിപ്പിക്കാം. മരിക്കാൻ നമുക്ക് ഇഷ്ടമില്ല, മരണത്തിന് അതീതമായി ജീവിക്കണം. അതിന് നമ്മൾ എന്താണ് ഒരു മാർഗം കണ്ടെത്തിയത്? ആദ്യത്തെ ഒരു രീതി മക്കളിലൂടെ മാതാപിതാക്കളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. മക്കളുണ്ടാകുക. അപ്പോൾ നമ്മൾ മക്കളിലൂടെ ജീവിക്കും, അനന്തമായി ജീവിക്കും എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് മക്കളില്ലെങ്കിൽ അത് ശാപമായി കണക്കാക്കിയത്. മാത്രമല്ല, ധാരാളം മക്കളുണ്ടെങ്കിൽ ധാരാളം മക്കളിലൂടെ സമൃദ്ധമായി അനശ്വരമായി ജീവിക്കാമെന്നും സങ്കല്പിക്കപ്പെട്ടു. അതിനൊരു പോരായ്മയുണ്ട്. എന്താണ്? മക്കളിൽ മാതാപിതാക്കൾ ജീവിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ശരിക്കും ജീവിക്കുന്നുണ്ടോ? ഒരു നിഴൽ പോലെയല്ലേ ഉള്ളൂ. ആ നിഴൽ അസ്തിത്വത്തെ വിളിക്കുന്ന പേരാണ് പാതാളം. നിഴൽ പോലെ ജീവിക്കുന്നു, അല്ലാതെ ശരിക്കും ജീവിക്കുന്നില്ല, യഥാർത്ഥ ജീവിക്കുന്നില്ല. അതിനാൽ മക്കളിലൂടെ അമരത്വം പ്രാപിക്കുക, നിത്യത്വം പ്രാപിക്കുക, അനശ്വരത പ്രാപിക്കുക എന്നുള്ള സങ്കല്പത്തിന് അത്ര അങ്ങോട്ട് വേര് പിടിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അപര്യാപ്തത ആൾക്കാർ മനസ്സിലാക്കി. അപ്പോൾ മറ്റൊരു മാർഗം നിർദ്ദേശിക്കപ്പെട്ടു, പ്രശംസ, കല, സാഹിത്യം, സംഗീതം. അങ്ങനെയാണെങ്കിൽ ആൾ മരിച്ചു പോയാലും കല നിൽക്കും, സാഹിത്യം നിലനിൽക്കും, സംഗീതം നിലനിൽക്കും. അതിലൂടെ ആ പ്രശംസ
കിട്ടുന്നതിലൂടെ മരിച്ചാലും നിത്യകാലം നിലനിൽക്കാമെന്ന സങ്കല്പമുണ്ടായി. അപ്പോൾ അനശ്വരത പ്രാപിക്കാൻ പ്രശംസയുടെ മാർഗമാണ് രണ്ടാമത് നിർദ്ദേശിച്ചത്. അതായത് നാം എന്തെങ്കിലും സംഭാവന ചെയ്താൽ ആ കലയിലൂടെയോ സാഹിത്യത്തിലൂടെയോ സംഗീതത്തിലൂടെയോ അത് ആസ്വദിക്കുന്ന വ്യക്തികളിൽ നമ്മൾ നിലനിൽക്കുന്നുവെന്ന് സങ്കല്പം. അവിടെയും ഈ പ്രശ്നമുണ്ട്. നമ്മളെ ഓർമ്മിക്കുന്ന വ്യക്തികൾ, നമ്മുടെ കലയോ സംഗീതമോ സാഹിത്യമോ എല്ലാം കണ്ട് ഓർമ്മിക്കുന്ന വ്യക്തികളിൽ നമ്മൾ ശരിക്കും നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. ഒരു നിഴൽ പോലെയുണ്ട്. നാം ശരിക്കുണ്ടോ? ഇല്ല. അതിനാൽ ഈ രണ്ട് മാർഗങ്ങളും അപര്യാപ്തമായി വിലയിരുത്തപ്പെട്ടു. പിന്നെ ആർക്കാണ് മരണത്തിന് അതീതമായ ജീവൻ സൃഷ്ടിക്കാൻ കഴിയുക? എന്നും ആയിരിക്കുന്നവനായ ദൈവത്തിനേ അത് കഴിയൂ. എന്നും ആയിരിക്കുന്നവനായ ദൈവത്തിനേ അത് കഴിയൂ. എന്നും ആയിരിക്കുന്നവനായ ദൈവം നമ്മിലേക്ക് പ്രവേശിച്ച് നമ്മെ അവൻ്റെ സ്നേഹത്താൽ വലയം ചെയ്ത് നമ്മെ ഈ മരണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അത് സംഭവിച്ചതാണ് യേശുവിൻ്റെ മരണത്തിലൂടെ ഉത്ഥാനത്തിലേക്കുള്ള പോക്ക്. മരിച്ചതെന്തിനെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ശിക്ഷയ്ക്ക് പരിഹാരമായി, പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് പരിഹാരമായി. അത് പോരല്ലോ, നമ്മൾ നിത്യജീവന് വേണ്ടി കൊതിക്കുന്നുണ്ട്. ഈ നിത്യജീവൻ തരാൻ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അവനാണ്. അവൻ എന്ത് ചെയ്തു? അവൻ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി സ്വന്തം ജീവൻ കൊടുത്തവൻ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ച് ലോകത്തിലേക്ക് വരിക എന്നല്ല അർത്ഥം. ലാസറിൻ്റെ ഉയർപ്പ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും ലാസർ മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയായിരുന്നില്ല, മറിച്ച് മരിച്ചവരിൽ നിന്ന് ഈ ലോകത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. നായിനിലെ വിധവയുടെ മകനും ഈ ലോകത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു, കർത്താവ് കൊണ്ടുവരികയായിരുന്നു. അതുപോലെ ജായിറസിൻ്റെ മകളും. അവരെല്ലാം പിന്നീട് ജീവശാസ്ത്രപരമായ ജീവൻ്റെ സ്വാഭാവിക അന്ത്യം എന്ന നിലയിൽ വീണ്ടും മരിച്ചു. യേശു ഇഹലോകത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ, ജീവശാസ്ത്രപരമായ ജീവനിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ അതൊരു ശവത്തിൻ്റെ പുനരുജ്ജീവനമേ ആകുമായിരുന്നുള്ളൂ. അത് ഉയർപ്പാകില്ല. പിന്നെ എന്താണ് ഉയർപ്പ്? ജീവൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അതായത് പുതിയ ജനുസിലുള്ള ഒരു ഘട്ടത്തിലേക്ക്, നമുക്ക് ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന ജീവൻ്റെ അവസാന ഘട്ടത്തിലേക്കുള്ള വാതിൽ അവൻ തുറക്കുകയായിരുന്നു അവൻ്റെ പുനരുത്ഥാനത്തിലൂടെ. ശാസ്ത്രീയ ഭാഷയിൽ പറഞ്ഞാൽ പരിണാമദിശയിലെ അവസാനത്തെ കുതിച്ചുചാട്ടമാണ് യേശു നടത്തിയത്. നമ്മൾ മനുഷ്യരാകുന്നത് ശാസ്ത്രീയ ഭാഷയിൽ പറഞ്ഞാൽ മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ചാട്ടമാണ്. പരിണാമദിശയിലെ ഒരു കുതിച്ചുചാട്ടം. ദൈവത്തിൻ്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. അങ്ങനെ നമ്മൾ മനുഷ്യരായത് ദൈവത്തിൻ്റെ ലോഗോസ് നമ്മിലേക്ക് വന്നപ്പോൾ ആ ദൈവത്തിൻ്റെ ലോഗോസ് മനുഷ്യനായി അവതരിച്ച് മനുഷ്യനായി തീർന്ന് നമ്മെ അവൻ്റെ സ്നേഹം കൊണ്ട് വലയം ചെയ്ത് നമ്മെ ജീവൻ്റെ അവസാനത്തെ പരിണാമ കുതിപ്പിലേക്ക് എടുത്തു വെച്ചതിനെയാണ് ഉത്ഥാനമെന്ന് പറയണേ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യേശു മരിച്ചവർക്ക് ഉയർപ്പില്ലെങ്കിൽ യേശു ഉയർത്തിട്ടില്ല. യേശു ഉയർത്തിട്ടുണ്ടെങ്കിലോ നമുക്കെല്ലാവർക്കും ഉയർപ്പുണ്ട്. അവൻ്റെ ഉയർപ്പാണ് നമ്മുടെ ജീവൻ. അവൻ്റെ ഉയർപ്പാണ് നമ്മുടെ ജീവൻ. കോരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം മുഴുവൻ ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. അവൻ്റെ ഉയർപ്പാണ് നമ്മുടെ ജീവൻ. മനുഷ്യജീവൻ ആരംഭിച്ചതുപോലെ അവസാനത്തെ ആദാമായ യേശു ജീവൻ്റെ അവസാന ഘട്ടം ഉദ്ഘാടനം ചെയ്തു. അതാണ് പുനരുത്ഥാനം. അതിനാൽ അത് യേശുവിൻ്റെ ഒരു വ്യക്തിപരമായ നേട്ടം മാത്രമല്ല, മനുഷ്യവംശത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി അവൻ തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരു വ്യവസ്ഥയുണ്ടെന്ന് മാത്രം. എന്താണ് വ്യവസ്ഥ? അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കേ അതിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയൂ. അവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിശ്വാസം. ആ വിശ്വാസം സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമാകുമ്പോൾ, എല്ലാ ദിവസവും ഈ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അത് സ്നേഹത്തിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ നാം യേശുവിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. യേശുവിനോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നാം പുനരുത്ഥാനത്തിലേക്ക് കാലുവെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു എപ്പോഴും തന്നെ അവതരിപ്പിച്ചത് മനുഷ്യപുത്രൻ എന്ന വാക്കുപയോഗിച്ചിട്ടാണ്. എന്താണ് മനുഷ്യപുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം? മനുഷ്യൻ്റെ മകൻ എന്നാണ് ആദ്യത്തെ അർത്ഥം. യേശു പരിപൂർണ മനുഷ്യനാണ്. എന്നാൽ മനുഷ്യപുത്രനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല സങ്കല്പങ്ങളിലൊന്ന് ദാനിയേൽ 7:14. എവിടെയാണ് മനുഷ്യപുത്രനെ കാണുന്നത്? സ്വർഗത്തിലാണ്. മനുഷ്യനാണ്, പക്ഷെ സ്വർഗത്തിലാണ്. അതിന് നമുക്കിങ്ങനെ അവതരിപ്പിക്കാം മനുഷ്യപുത്രൻ എന്ന വാക്ക്. യേശു എപ്പോഴും തന്നെ അവതരിപ്പിച്ചത് ആ വാക്ക് ഉപയോഗിച്ചിട്ടാണ്. സ്വർഗവും ഭൂമിയും കവിഞ്ഞു കിടക്കുന്നത് ആരാണോ അവനാണ് മനുഷ്യപുത്രൻ. സ്വർഗവും ഭൂമിയും ആരിലാണോ കവിഞ്ഞു കിടക്കുന്നത്,
നമുക്കൊന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ പറയാം, അവൻ്റെ ഒരു കാല് സ്വർഗത്തിലും മറ്റേ കാല് ഭൂമിയിലുമാണ്. വിശ്വരൂപത്തിൽ യേശുവിൻ്റെ ഒരു കാല് സ്വർഗത്തിലും മറ്റേ കാല് ഭൂമിയിലുമാണ്. നമ്മൾ യേശുവിനോട് ബന്ധപ്പെട്ടിരുന്നാൽ എവിടേക്കാണ് കാല് വയ്ക്കുന്നത്? സ്വർഗത്തിലേക്ക്, പുനരുത്ഥാനത്തിലേക്ക്. അവനെ സ്വീകരിക്കുകയും അവനോട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുമ്പോൾ നാം പുനരുത്ഥാനത്തിലേക്ക് കാല് വച്ചിരിക്കുന്നു. നമ്മുടെ ശരീരം തന്നെ ഉയർക്കാനുള്ളതാണ്. ശരീരത്തിന് ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും നമുക്കിപ്പോൾ കിട്ടുകയാണ്. നമ്മുടെ ആത്മാവിന് ഈ ശരീരത്തിൻ്റെ രൂപം മാത്രം പോരാ. ഇത് ആത്മാവിനെ ചേരുന്ന മറ്റൊരു ഇടവും മറ്റൊരു ശാരീരികതയുമുണ്ട്. ഈ വാതിലുകളും ജനലുകളും അടച്ചിരിക്കെ യേശു പ്രത്യക്ഷപ്പെട്ടു. അവൻ പ്രേതമായോ ഭൂതമായോ അല്ല പ്രത്യക്ഷപ്പെട്ടത്, ശരീരം കൊണ്ടാണ്. തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ കൊണ്ടുവരിക, സ്പർശിക്കാം. അവൻ മീൻ കഴിച്ചു, ഭക്ഷിക്കാം, അവന് ശരീരമുണ്ട്. എന്നാൽ നമ്മുടെ പദാർത്ഥം എന്ന ശരീരത്തിൻ്റെ പരിമിതികളൊന്നും ആ ശരീരത്തിനില്ല. അത്തരമൊരു ശരീരമാണ് നമ്മുടെ ആത്മാവിന് ചേരുന്നത്. നമ്മുടെ ആത്മാവിന് ചേരുന്ന ഒരു ഇടവും ആത്മാവിന് ചേരുന്ന ഒരു ശാരീരികതയും അത് നൽകാൻ വേണ്ടിയാണ് ഈ പരിണാമദിശയിൽ അവസാനത്തെ കുതിപ്പ് യേശു നടത്തിയതും അത് നമുക്ക് വേണ്ടി ഈ അവസാനത്തെ കുതിപ്പ് തുറന്നിട്ടതും. ഞാൻ ആവർത്തിക്കുന്നു, ജീവൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള സാധ്യതയാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ മനുഷ്യവംശത്തിന് മുഴുവൻ നൽകപ്പെട്ടത്. അവൻ്റെ ഉയർപ്പാണ് നമ്മുടെ ജീവൻ, സമൃദ്ധമായ ജീവൻ, നിത്യജീവൻ, ജീവശാസ്ത്രപരമായ ജീവന് അതീതമായ ജീവൻ. എങ്ങനെ അവനോട് ബന്ധപ്പെട്ടിരിക്കാം? വിശ്വാസത്തിലൂടെ. ഏതുതരം വിശ്വാസം? സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമാകുന്ന വിശ്വാസം. അനുദിനം വിശ്വാസമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ യേശുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ മേൽ കാലുവെക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് കാലുവെക്കുന്നു. ഇതാണ് യേശുവിൻ്റെ ഉത്ഥാനം. ആഴമായ വചന ശുശ്രൂഷയിലൂടെ നമ്മെ ഇന്ന് നയിച്ച ജോസ് മാണിപ്പറമ്പിൽ അച്ഛനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നീ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി